വിജയകരമായി 15 വർഷങ്ങൾ പിന്നിട്ട മാസ്റ്റർ മൈൻഡ്സ് എഡ്യൂക്കേഷൻ ഇനി ആക്സോണസ് ലേണിംഗ് എന്ന പേരിൽ അറിയപ്പെടും. ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു ആക്സോണസ് ലേണിംഗ് ഓൺലൈൻ ക്ലാസ്സസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ 44th ക്വസ്റ്റ്യൻ ആണ് നോക്കാൻ പോകുന്നത്. ലീനിയർ പ്രോഗ്രാമിംഗ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിങ്ങൾക്ക് സിമ്പിളായിട്ടുള്ളത് ഏതാണോ അത് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A machine producing either products A or B can produce 1 unit of A by using 2 units of chemicals and 1 unit of a compound, and can produce 1 unit of B by using 1 unit of chemical and 2 units of compound. Only 800 units of chemicals and 1000 units of compounds are available. The profit available per unit of A and B are respectively rupees 30 and rupees 20. Find the optimum allocation of units between A and B to maximize the total profit. Find the maximum profit. അതായത് എന്താണ്, ഒരു മെഷീൻ 2 പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എ ബി എന്ന് പറയുന്ന 2 പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എ ഓർ ബി ക്യാൻ പ്രൊഡ്യൂസ് 1 യൂണിറ്റ് ഓഫ് എ ബൈ യൂസിങ് 2 യൂണിറ്റ്സ് ഓഫ് കെമിക്കൽ ആൻഡ് 1 യൂണിറ്റ് ഓഫ് കോമ്പൗണ്ട്. അതായത് നമ്മളൊരു പ്രൊഡക്റ്റ് എ ബിയും പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കെമിക്കലും കോമ്പൗണ്ടും നമുക്ക് ആവശ്യമാണ്. അപ്പോൾ എ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 യൂണിറ്റ് ഓഫ് 2 എ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു യൂണിറ്റ് എ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താവശ്യമാണ്? 1 യൂണിറ്റ് ഓഫ് എ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 യൂണിറ്റ് ഓഫ് കെമിക്കലും 1 യൂണിറ്റ് ഓഫ് കോമ്പൗണ്ടും ആവശ്യമാണ്. അതുപോലെ തന്നെ ബി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 യൂണിറ്റ് ഓഫ് ബി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 യൂണിറ്റ് ഓഫ് കെമിക്കലും 2 യൂണിറ്റ് ഓഫ് കോമ്പൗണ്ടും ആവശ്യമാണ്. നമുക്ക് ആകെ കൂടെ നമ്മുടെ കയ്യിലുള്ള അവൈലബിൾ ആയിട്ടുള്ള കെമിക്കൽസ് എന്ന് പറയുന്നത് 800 യൂണിറ്റും അതുപോലെ തന്നെ അവൈലബിൾ കോമ്പൗണ്ട് എന്ന് പറയുന്നത് 1000 യൂണിറ്റുമാണ്. അങ്ങനെയാണെങ്കിൽ ദ പ്രോഫിറ്റ് അവൈലബിൾ പെർ യൂണിറ്റ് ഓഫ് എ ആൻഡ് ബി റെസ്പെക്റ്റീവ്ലി rupees 30 and rupees 20. ഒരു യൂണിറ്റ് ഓഫ് എക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് rupees 30യും ഒരു യൂണിറ്റ് ഓഫ് ബിക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് rupees 20 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടോട്ടൽ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര യൂണിറ്റ് ഓഫ് എയും ബിയും ആണ് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരിക? അതായത് മാക്സിമം പ്രോഫിറ്റ് ആണ് കാണേണ്ടത്. പ്രോഫിറ്റ് മാക്സിമം ആക്കാൻ വേണ്ടിയിട്ട് എത്ര യൂണിറ്റ് ഓഫ് എയും ബിയും നമ്മൾ ഇതാക്കണം, യൂസ് ചെയ്യണം. ഫൈൻഡ് ദ മാക്സിമം പ്രോഫിറ്റും കാണാം. അതാണ് ക്വസ്റ്റ്യൻ. അതായത് ഒരു മെഷീനിൽ 2 പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, എയും ബിയും. ഒരു യൂണിറ്റ് ഓഫ് എ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 യൂണിറ്റ് ഓഫ് കെമിക്കലും 1 യൂണിറ്റ് ഓഫ് കോമ്പൗണ്ട് ആവശ്യമാണ്. ഒരു യൂണിറ്റ് ഓഫ് ബി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 യൂണിറ്റ് ഓഫ് കെമിക്കലും 2 യൂണിറ്റ് ഓഫ് കോമ്പൗണ്ട് ആവശ്യമാണ്. അതുകൂടെയുള്ള കെമിക്കൽസ് 800ഉം കോമ്പൗണ്ട്സ് അവൈലബിൾ ആയിട്ടുള്ളത് 1000 ആണുള്ളത്. പിന്നെ ഒരു യൂണിറ്റ് ഓഫ് എക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് rupees 30 ആണ്. ഒരു യൂണിറ്റ് ഓഫ് ബിക്ക് കിട്ടുന്ന പ്രോഫിറ്റ് rupees 20 ആണ്. അങ്ങനെയാണെങ്കിൽ മാക്സിമം പ്രോഫിറ്റ് കാണാനാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കിയാലോ. നമ്മൾ x1 എന്നുള്ളത് എന്താക്കിയിട്ട് എടുക്കാം? നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് പ്രൊഡക്റ്റ് എ. അതായത് എത്ര യൂണിറ്റ്സ് ഓഫ് പ്രൊഡക്റ്റ് നമ്മൾ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യണമെങ്കിൽ ഇത്ര യൂണിറ്റ്സ് ഓഫ് പ്രൊഡക്റ്റ് എ യൂസ് ചെയ്യണമല്ലോ. അപ്പോൾ x1 എന്നുള്ളത് പ്രൊഡക്റ്റ് എൻ്റെ നമ്പർ ഓഫ് യൂണിറ്റ്സ് ആക്കിയിട്ട് എടുക്കാം. x2 എന്നുള്ളത് നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് പ്രൊഡക്റ്റ് ബി ആയിട്ട് എടുക്കാം. ഓക്കെ, ദെൻ ഇനി നമുക്ക് ആവശ്യമുള്ളതാണ് പ്രോഫിറ്റ് പെർ യൂണിറ്റ് ഓഫ് എ. ഒരു യൂണിറ്റ് എ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? rupees 30 ആണ്. ഒരു യൂണിറ്റ് ബി പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് 20 rupees ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ പ്രോഫിറ്റ് കൂട്ടണമെങ്കിൽ, മാക്സിമൈസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എത്ര നമ്പർ ഓഫ് യൂണിറ്റ്സ് ആണോ എടുക്കുന്നത്, പ്രൊഡക്റ്റ് എ ആണോ എടുക്കുന്നത്, അതേ ഇൻറ്റു 30 ചെയ്യണം. ഒരു യൂണിറ്റിന് 30 rupees ആണെങ്കിൽ എത്ര നമ്പർ ഓഫ് x1 എന്ന് പറയുന്നത് നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് പ്രൊഡക്റ്റ് എ ആണ്. അപ്പോൾ നമ്മൾ എത്ര യൂണിറ്റ് എടുക്കുന്നുണ്ടോ അത്രയും യൂണിറ്റ് കൊണ്ട് 30 യൂണിറ്റിനെ കൊണ്ട് 30 മൾട്ടിപ്ലൈ ചെയ്യാം. 30 ഇൻറ്റു x1 പ്ലസ് 20 ഇൻറ്റു x2. അതായത് യൂണിറ്റ് പ്രോഫിറ്റ് പെർ യൂണിറ്റ് ഓഫ് ബി എന്ന് പറയുന്നത് 20 ആണ്. അപ്പോൾ 20 ഇൻറ്റു നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് പ്രൊഡക്റ്റ് ബി. ഓക്കെ, അപ്പോൾ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യേണ്ട ഇക്വേഷൻ, അതായത് നമ്മൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്താണ്? മാക്സിമൈസ് പ്രോഫിറ്റ് ആണ്. അപ്പോൾ നമ്മൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? P is equal to 30x1 plus 20x2 ആണ് ഇക്വേഷൻ നമ്പർ 1. ദെൻ നമ്മൾ യൂസ് ചെയ്യുന്നത് കെമിക്കൽസ് എത്ര യൂസ് ചെയ്യുന്നത്? എ യൂസ് ചെയ്യണത് 2 യൂണിറ്റും ബി യൂസ് ചെയ്യണത് 1 യൂണിറ്റും ആണ്. ആൻഡ് ഓഫ് കെമിക്കൽസ് ആൻഡ് 800 യൂണിറ്റ്സ് ഓഫ് കെമിക്കൽസ് അവൈലബിൾ. അപ്പോൾ എ യൂസ് ചെയ്യണത് 2 യൂണിറ്റ്സും ബി യൂസ് ചെയ്യണത് 1 യൂണിറ്റും ആണ്. 1 ആയതുകൊണ്ടാണ് ഞാനിവിടെ x2 മാത്രമേ എഴുതിയിട്ടുള്ളത്. അപ്പോൾ 2 ഇൻറ്റു x1 പ്ലസ് 2 into 1 into x2 less than or equal to 800.
ദെൻ ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു. A uses 1 unit and B uses 2 units of compound and 1000 units of compound available. അതായത് A എന്ന് പറയുന്നത് 1 യൂണിറ്റ് യൂസ് ചെയ്യുന്നുണ്ട്, 1 യൂണിറ്റ് കോമ്പൗണ്ട് യൂസ് ചെയ്യുന്നുണ്ട്, B 2 യൂണിറ്റ് ഓഫ് കോമ്പൗണ്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ അവൈലബിൾ ആയിട്ടുള്ള യൂണിറ്റ്സ് എന്ന് പറയുന്നത് കോമ്പൗണ്ട് എന്ന് പറയുന്നത് 1000 യൂണിറ്റ്സ് ആണ്. അപ്പോൾ എന്ത് വരും? x1 plus 2x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1000 വരും അല്ലേ? 1000 വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അതിൽ കുറവായിരിക്കണം നമ്മൾ യൂസ് ചെയ്യണത്. അപ്പോൾ അതാണ് ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു കൊടുത്തിരിക്കുന്നത്. അതുപോലെ കെമിക്കലും അങ്ങനെ തന്നെ നമുക്ക് 800 യൂണിറ്റ്സ് അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ 800 യൂണിറ്റ്സ് ഫുള്ളി യൂട്ടിലൈസ് ചെയ്യണം, അല്ലെങ്കിൽ 800-നേക്കാളും കുറവ് യൂസ് ചെയ്യണം, കൂടാൻ പാടില്ല. അതുകൊണ്ടാണ് ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു കൊടുത്തിരിക്കുന്നത് രണ്ട് സ്ഥലത്തും. ഓക്കെ, അപ്പോൾ നമ്മൾ 2 കൺസ്ട്രെയിൻസ് കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് കൺസ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ A യൂസ് ചെയ്യുന്ന 2 യൂണിറ്റും B യൂസ് ചെയ്യുന്ന 1 യൂണിറ്റ് ഓഫ് കെമിക്കലും കൊടുത്തിട്ടുണ്ട്. ദെൻ അത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്നത് എന്തായിരിക്കണം? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 800 ആയിരിക്കണം. 800-നേക്കാളും കൂടാൻ പാടില്ല. അതുപോലെ തന്നെ കോമ്പൗണ്ടിൻ്റെ കേസിലും. ദെൻ ഇനി അടുത്ത കൺസ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നോട്ട് പോസിബിൾ ടു പ്രൊഡ്യൂസ് നെഗറ്റീവ് യൂണിറ്റ്സ്. നെഗറ്റീവ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പാടില്ലല്ലോ. അപ്പോൾ എന്തായിരിക്കണം? x1ഉം x2ഉം എന്തായിരിക്കണം? എപ്പോഴും നമ്പർ ഓഫ് യൂണിറ്റ്സ് എപ്പോഴും എന്തായിരിക്കണം? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. 0ൻ്റെ താഴെ പോകാൻ പാടില്ല. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. അതാണ് നമ്മൾ ഇക്വേഷൻ നമ്പർ 4 എന്ന് പറയുന്നത്. ദെൻ അപ്പോൾ നമ്മളിവിടെ എഴുതിയിട്ടുണ്ട് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് P is equal to 30 x1 plus 20 x2 ആൻഡ് കൺസ്ട്രെയിൻസ് 4 കൺസ്ട്രെയിൻസ് ഉണ്ട്. എന്താണ്? കെമിക്കലിൻ്റെ കേസിലുള്ളത് 2x1 plus x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 800, x1 plus 2x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1000, x1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ദെൻ ഇനി നമ്മൾ ഇത് വെച്ചിട്ട് നമുക്ക് ഗ്രാഫ് വരയ്ക്കണം അല്ലേ? ഗ്രാഫിക്കലിയാണ് സോൾവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് കോർഡിനേറ്റ്സ് കാണാം. ഗ്രാഫ് വരയ്ക്കണമെങ്കിൽ കോർഡിനേറ്റ്സ് കാണാം. ഫസ്റ്റ് ഇതെടുക്കാം, കൺസ്ട്രെയിൻ എടുക്കാം. 2x1 plus x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 800 വിച്ച് ഇസ് ഈക്വൽ ടു ഈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മാറ്റിയിട്ട് ഈക്വൽ ടു ഇട്ട് കൊടുക്കാം. 2x1 plus 2x2 സോറി ഇവിടെ 2 ഇല്ല കേട്ടോ. 2x1 പ്ലസ് x2 is equal to 800. ഫസ്റ്റ് നമ്മൾ x1-ന് 0 ആക്കി കൊടുക്കുക. x1-ന് 0 ആക്കി കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? x1 is equal to ഇതിൽ x1 0 ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഈ ടേം ഫുള്ള് 0 ആയിട്ട് പോകും. അപ്പോൾ x2 ഈക്വൽ ടു 800 എന്ന് കിട്ടും അല്ലേ? x2 ഈക്വൽ ടു 800. അപ്പോൾ നമ്മളെ കോർഡിനേറ്റ്സ് വരുന്നത് x1 x2 എന്നുള്ള ഫോർമാറ്റിലാണ്. അപ്പോൾ 0 800 എന്ന് കിട്ടും. ദെൻ അടുത്തതിൽ എന്ത് കൊടുക്കുക? x2 ഈക്വൽ ടു 0 ആക്കി കൊടുക്കുക. ഇവിടെ ആക്ച്വലി 2x1 പ്ലസ് x2 ഈക്വൽ ടു 800 ആണ്. അപ്പോൾ ഇവിടെ x2 ഈക്വൽ ടു 0 ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഈ ടേം ഉണ്ടാവില്ല. ബാക്കി എന്ത് ഉണ്ടാവുള്ളൂ? 2x1 is equal to 800 ഉണ്ടാവുള്ളൂ. 2x1 പ്ലസ് 0 is equal to 800 വരും. അപ്പോൾ 2x1 is equal to 800. ദെൻ x1 is equal to 800 by 2 വരും. 800 by 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 400. സോ x1 x2 എന്നുള്ള ഫോമിലാകുമ്പോൾ x1 നമ്മളത് 400 ആണ്, x2 0 ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കോർഡിനേറ്റ് കിട്ടി, ഇതിൻ്റെ കോർഡിനേറ്റ്സ് കിട്ടി. ഓക്കെ, ദെൻ അടുത്ത കൺസ്ട്രെയിൻ എന്താണ്? x1 plus 2x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1000 ആണ്. സോ x1 plus 2x2 is equal to 1000. ദെൻ x1 is equal to 0 കൊടുത്തു കഴിഞ്ഞാൽ 2x2 is equal to x1 is equal to 0 കൊടുത്തു കഴിഞ്ഞാൽ 2x2 is equal to 1000. അതായത് x1 മൊത്തത്തിൽ 0 ആയിപ്പോയി. 2x2 equal to 1000 എന്ന് കിട്ടും. സോ 2x2 ഇത് നെക്സ്റ്റ് എന്ത് കിട്ടും? 1000 by 2. 1000 by 2 എന്താ കിട്ടുക? 1000 by 2 is equal to 500 അല്ലേ? അപ്പോൾ നമ്മുടെ പോയിന്റ് എന്തായി? 0യും കോർഡിനേറ്റ്സ് 0യും 500ഉം കിട്ടി. അടുത്തതിൽ x2 ഈക്വൽ ടു 0 കൊടുക്കുക. x2 ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? x1 പ്ലസ് 0 is equal to 1000 കിട്ടും. അപ്പോൾ x1 is equal to 1000 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ കോർഡിനേറ്റ്സ് എന്താ കിട്ടുക? 1000 0 എന്ന് കിട്ടി. ഓക്കെ, ദെൻ നമ്മൾ ഇത് വെച്ചിട്ട് ഡീറ്റെയിൽസ് വെച്ചിട്ട് നമ്മൾ ഗ്രാഫ് വരയ്ക്കാൻ പോവാണ്. ഗ്രാഫ് നമ്മളെ ഫസ്റ്റ് കൺസ്ട്രെയിൻ എന്ന് പറയുന്നത് ഇതാണ്. നിങ്ങൾ യൂണിറ്റ്സ് എടുക്കുമ്പോൾ 1000, 100, 200, 300 അല്ലെങ്കിൽ 200, 400, 600, 800, 1000 അങ്ങനെ എടുത്താലും മതി ഒരു യൂണിറ്റ്. ഓക്കെ, ഗ്രാഫ് വരയ്ക്കുമ്പോൾ. അപ്പോൾ ഫസ്റ്റ് ലൈനാണിത്, ഫസ്റ്റ് കൺസ്ട്രെയിൻ ആണിത്. 2x1 plus x2 is equal to 800. അപ്പോൾ നമ്മൾ ഈ ഗ്രാഫ് വരച്ചു. കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് 0യും 800ഉം 400ഉം 0യും. ദെൻ അടുത്ത സെക്കൻഡ് കൺസ്ട്രെയിൻ ആണിത്. x1 plus 2x2 is equal to 1000.
നമ്മളെ കോർഡിനേറ്റ്സ് 0യും 500ഉം 1000ഉം 0യും. ദെൻ വേറെ രണ്ട് കണ്ടീഷൻ ഉണ്ടായിരുന്നു. എന്താണ്? x1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ x1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് x1ഉം ഇത് x2 ആണ്. കണ്ടോ, x1 എപ്പോഴും ഗ്രേറ്റർ ദാൻ 0ൻ്റെ താഴത്തേക്ക് പോയത് എപ്പോഴും മേലേക്കായിരിക്കും. x2 അതേപോലെ തന്നെ മേലേക്കായിട്ട് വരും. മേലേക്ക് അങ്ങോട്ടാണ് പോവുക, നെഗറ്റീവിലേക്ക് വരില്ല. ദെൻ ഇനി നമ്മൾ ഫീസിബിൾ റീജിയൻ കാണാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുക? ഫീസിബിൾ റീജിയൻ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ഇതെന്താണ്? ഇത് രണ്ടും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണല്ലേ. അപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ നമ്മളെ ലൈൻ എന്തായിരിക്കും? എപ്പോഴും താഴത്തോട്ടായിരിക്കും വരിക. ഗ്രേറ്റർ എന്ന് പറഞ്ഞാലാണ് ഈ ലൈനിൻ്റെ മേലേക്ക് പോവുക. ലെസ് ദാൻ എന്ന് പറയുമ്പോൾ എപ്പോഴും ഈ ലൈനിൻ്റെ താഴത്തോട്ടായിരിക്കും വരിക ഇതിൻ്റെ. അപ്പോൾ ഇത് കോമൺ ആയിട്ട് മെർജ് ചെയ്യുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ താഴത്തോട്ട് വരും, ഇത് രണ്ടും താഴത്തോട്ട് വരും. അപ്പോൾ ഇത് കോമൺ ആയിട്ട് മെർജ് ചെയ്യുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആയിരിക്കും. നമ്മളെ മറ്റേ ഈ രണ്ടെണ്ണം ഇങ്ങോട്ട് ഇങ്ങനെ മേൽപോട്ടും വരുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കൂടെ മെർജ് ചെയ്യുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ ആയിരിക്കും. ഈ ഒരു ഏരിയയിലാണ് ഇത് എല്ലാം കൂടെ ഫീസിബിൾ ചെയ്യാം, മെർജ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് എന്ത്? നമ്മളെ ഫീസിബിൾ റീജിയൻ എന്ന് പറയുന്നത്. അതായത് OABC, OABC. ഓക്കെ, ഇതാണ് നമ്മളെ ഫീസിബിൾ റീജിയൻ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഉണ്ടല്ലോ, അപ്പോൾ ഫീസിബിൾ റീജിയൻ കിട്ടി. ഫീസിബിൾ റീജിയൻ്റെ കോർഡിനേറ്റ്സും കണ്ടുപിടിക്കാം. ദെൻ അതിൻ്റെ അതാണ് നമ്മൾ ഈ പോയിൻറ്റ്സിൻ്റെയാണ് എന്ത് പറയുക? കോർണർ പോയിൻറ്റ്സ് എന്ന് പറയാം. ആ കോർണർ പോയിൻറ്റ്സിൻ്റെ വാല്യൂസ് നമ്മൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം പ്രോഫിറ്റ് കിട്ടും. അപ്പം ഈ OABCൻ്റെ കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ O എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനൽ അല്ലേ, അപ്പോൾ നമ്മളത് 0 0 ആയിട്ട് എടുത്തു. ദെൻ Aൻ്റെ നമുക്കറിയാം 400 0, ബീൻ്റെ നമുക്കറിയില്ല, അപ്പോൾ നമ്മൾ മെഷർ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 200 400 ആണ് കിട്ടുക. ഓക്കെ, 200 400 ആണ് എന്ത് വരിക? ബീൻ്റെ കോർഡിനേറ്റ്സ് വരിക. ദെൻ C എന്ന് പറയുമ്പോൾ 1000 0 500. C is equal to 0 500, B is equal to 200 400, A is equal to 400 0, 0 is equal to 0 0. അപ്പോൾ നമ്മൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമ്മൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. 4 കോർണർ പോയിന്റ്സ് കിട്ടിയിട്ടുണ്ട് OABC. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? ഇതാ കോർണർ പോയിന്റ്സ് തന്നിട്ടുണ്ട് 0 A B C. ഇതാണ് നമ്മൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ O എന്ന് പറയുമ്പോൾ കോർഡിനേറ്റ്സ് 0 0 ആണ്. അപ്പോൾ x1ഉം x2 എന്തായിരിക്കും? 0 0 ആയിരിക്കും അല്ലേ. ഇത് x1 x2 ആണ്. x1 x2 0 കൊടുത്തു കഴിഞ്ഞാൽ എന്താ കിട്ടുക? P = 0 അല്ലേ കിട്ടുക? അതെ. ദെൻ അടുത്തത് നമുക്ക് x1 x2 എന്താണ്? 400ഉം 0യും ആണ്. അപ്പോൾ എന്ത് കിട്ടും? P is equal to x1 30 × 400 plus x2 0 ആയതുകൊണ്ട് 0. ദെൻ 30 × 400 3 × 4 12. ദെൻ എത്ര സീറോസ് ഉണ്ടാവും? 3 സീറോസ് കൊടുത്തു. 30 × 400 12,000 കിട്ടി. ദെൻ അടുത്തത് B ആണ്. ബിയിൽ 200ഉം 400ഉം വരുന്നുണ്ട്. അപ്പോൾ P is equal to 200 × 30. x1 200 ആണ്. 200 × 30 plus 20 × 400. ഇതെന്ത് കിട്ടും? 6,000 എന്ന് കിട്ടും. പ്ലസ് ഇത് 8,000 കിട്ടും. 6,000 plus 8,000 14,000 എന്ന് കിട്ടും. ഓക്കെ, 14,000. ദെൻ അടുത്തത് C ആണ്. C എന്ന് പറയുമ്പോൾ 0യും 500ഉം ആണ്. അപ്പോൾ P is equal to x1 0 ആയതുകൊണ്ട് 0 plus 20 × 500 is equal to 10,000 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ നമുക്ക് 4 പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് പ്രോഫിറ്റ് 0 ആണ്, സെക്കൻഡ് പ്രോഫിറ്റ് 12,000, തേർഡ് 14,000, ഫോർത്ത് 10,000. അപ്പോൾ ഇതിൽ ഏറ്റവും മാക്സിമം പ്രോഫിറ്റ് ഏതാണ്? 14,000 അല്ലേ. 14,000 ആണ് മാക്സിമം പ്രോഫിറ്റ്. അപ്പോൾ ബിൻ്റെ വാല്യൂ എത്രയാണ്? 200ഉം 400ഉം. അതായത് ബി നമ്മൾ x1 യൂണിറ്റ്സ് ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 200 യൂണിറ്റ്സ് ഓഫ് എയും 200 യൂണിറ്റ്സ് ഓഫ് ബിയും യൂസ് ചെയ്യുമ്പോഴാണ് എന്ത് നമുക്ക് കിട്ടുന്നത്? മാക്സിമം പ്രോഫിറ്റ് കിട്ടുന്നത്. ഓക്കെ, പ്രോഫിറ്റ് മാക്സിമം ആക്കാൻ വേണ്ടിയിട്ട്, മാക്സിമം പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14,000 ആണ്. പ്രോഫിറ്റ് മാക്സിമം ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? 200 യൂണിറ്റ്സ് ഓഫ് എയും 400 യൂണിറ്റ്സ് ഓഫ് ബിയും യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? എ മാനുഫാക്ചറർ പ്രൊഡ്യൂസ് nuts and bolts.
It takes 1 hour of work on machine A and 3 hours of machine B to produce a package of nuts. It takes 3 hours on machine A and 1 hour on machine B to produce a package of bolts. He earns a profit of rupees 17.50 paise per package on nuts and rupees 7 per package on bolts. How many packages of each should be produced each day so as to maximize his profit if he operates his machine for at the most 12 hours a day? Form the above as a LPP and then solve it graphically. അതായത് ക്വസ്റ്റ്യൻ എന്താണ്, ഒരു മാനുഫാക്ചറർ നട്ട്സും ബോൾട്സും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മെഷീൻ എ നെറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറ്റ് ടേക്സ് 1 hour of work on machine and 3 hours on machine B to produce a package of nut. ഒരു പാക്കേജ് ഓഫ് നെറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മെഷീൻ എ എടുക്കുന്ന സമയം 1 hour-ഉം ഒരു പാക്കേജ് ഓഫ് നെറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മെഷീൻ എ എടുക്കുന്നത് 1 hour-ഉം 3 hours കൊണ്ടാണ് മെഷീൻ ബി ഒരു പാക്കേജ് ഓഫ് നെറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. Then it takes 3 hours on machine A and 1 hour on machine B to produce package of bolts. ബോൾട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മെഷീൻ എ എടുക്കുന്നത് 3 hour-ഉം ബി എടുക്കുന്നത് 1 hour-ഉമാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇയാൾ ഏൺ ചെയ്യണത് എന്താണ്, ഒരു പാക്കേജ് നെറ്റ്സിൻ്റെ ഒരു പാക്കേജിന് അയാൾ ഏൺ ചെയ്യുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് 17.50 rupees ആണ്. ഓക്കെ, ദെൻ ബോൾട്ടിൻ്റെ ഒരു പാക്കേജിന് അയാൾ ഏൺ ചെയ്യുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് rupees 7 ആണ്. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി പാക്കേജ് ഓഫ് ഈച്ച് ഷുഡ് ബി പ്രൊഡ്യൂസ്ഡ് ഓൺ ഈച്ച് ഡേ സോ ആസ് ടു മാക്സിമൈസ് ഹിസ് പ്രോഫിറ്റ് ഇഫ് ഹി ഓപ്പറേറ്റ്സ് ഹിസ് മെഷീൻ ഫോർ അറ്റ് മോസ്റ്റ് 12 hours എ ഡേ. അയാൾ ഒരു ദിവസം ആകെ 12 മണിക്കൂർ മാത്രം മെഷീൻ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 12 മണിക്കൂർ വരെ മാത്രം അയാൾ മെഷീൻ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് എത്ര പാക്കേജസ് ഓഫ് നട്ട്സ് ആൻഡ് ബോൾട്സ് വേണം പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അയാൾക്ക് എത്ര നമ്പർ ഓഫ് നെട്ടും ബോൾട്ടും ആണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, എത്ര പാക്കേജ് ഓഫ് നെട്ടും ബോൾട്ടും പ്രൊഡ്യൂസ് ചെയ്യണം. അതിൽ അയാളെ മെഷീൻ ആകെ ഓപ്പറേറ്റ് ചെയ്യുന്നത് 12 hours മാത്രമേ അയാൾക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ആ 12 hours ഓഫ് മെഷീൻ ഓപ്പറേഷൻ്റെ സമയത്ത് അയാൾ എത്ര നെട്ടും ബോട്ടും പ്രൊഡ്യൂസ് ചെയ്യണം ഒരു ദിവസം പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇതൊരു LPP ആയിട്ട് ഫോം ചെയ്തിട്ട് ഗ്രാഫിക്കലി സോൾവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. നമ്മൾ നമ്പർ ഓഫ് പാക്കേജസ് ഓഫ് നട്ട്സും നമ്പർ ഓഫ് ബോൾസും കാണണം അല്ലേ, പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യണമെങ്കിൽ. അപ്പോൾ എക്സ് ഈക്വൽ ടു നമ്പർ ഓഫ് പാക്കേജസ് ഓഫ് നട്ട്സ് ആക്കിയിട്ട് എടുക്കാം. അതുപോലെ തന്നെ നമ്പർ ഓഫ് പാക്കേജസ് ഓഫ് ബോൾസ് വൈ ആക്കിയിട്ടും എടുത്തിട്ടുണ്ട്. എക്സ് ഈക്വൽ ടു നമ്പർ ഓഫ് പാക്കേജസ് ഓഫ് നട്ട്സും വൈ ഈക്വൽ ടു നമ്പർ ഓഫ് പാക്കേജസ് ഓഫ് ബോൾസും എടുത്തു. ദെൻ പ്രോഫിറ്റ് പെർ പാക്കേജ് ഓഫ് നട്ട്, അതായത് പ്രോഫിറ്റ് പെർ പാക്കേജ് ഓഫ് നട്ട്, ഒരു പാക്കേജ് നട്ടിന് കിട്ടുന്ന പ്രോഫിറ്റ് എത്രയാണ്, 17.50 ആണ്. അതുപോലെ തന്നെ അല്ലെങ്കിൽ 17.5 ആണ്, 17.5 rupees. ദെൻ ഒരു പാക്കേജ് ഓഫ് ബോൾട്ടിന് കിട്ടുന്ന പൈസ എന്ന് പറയുന്നത് എത്രയാണ്, 7 rupees ഉള്ളൂ. അപ്പോൾ അയാൾക്ക് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യണമെങ്കിൽ അയാൾക്ക് കിട്ടുന്ന ഒരു പാക്കേജ് നെട്ടിന് കിട്ടുന്ന പൈസേൻ്റെ കൂടെ എന്ത് ചെയ്യണം, ഇത്ര നമ്പർ ഓഫ് പാക്കേജ് പ്രൊഡ്യൂസ് ചെയ്യണം. അതായത് 17.5 into എക്സ് എത്ര നമ്പർ ഓഫ് പാക്കേജ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ അതിൻ്റെ കൂടെ ഈ 1 പാക്കേജിലുള്ള പ്രോഫിറ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ ആ നെറ്റിന് കിട്ടുന്ന ടോട്ടൽ പ്രോഫിറ്റ് കിട്ടും അല്ലേ. അതേപോലെ തന്നെ ബോൾട്ടിനും 7 rupees കൂടെ എത്ര നമ്പർ ഓഫ് പാക്കേജ് ബോൾട്ട് അതിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ ആ ബോൾട്ടിന് കിട്ടുന്ന പ്രോഫിറ്റ് കിട്ടും, ടോട്ടൽ പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ ടോട്ടൽ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒബ്ജക്റ്റീവ് എന്താണ്, പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യണം, അതാണ് നമ്മൾ ഒബ്ജക്റ്റീവ് അല്ലേ. അപ്പോൾ Z is equal to 17.5x plus 7y is equal to എന്താണ്, സോറി, ഇത് നമ്മൾ ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് കൊടുത്തു. ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. ദെൻ ഇനി പിന്നെ അയാളുടെ കണ്ടീഷൻ എന്താ, അയാൾക്ക് ആകെ കൂടെ അവൈലബിൾ ആയിട്ടുള്ള ടൈം എത്രയാണ്, 12 മണിക്കൂറാണ്, 12 hours ആണ്. അതിൽ അയാളുടെ മെഷീന് മെഷീൻ എക്ക് നെറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 മണിക്കൂറും ബോൾട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 3 മണിക്കൂറും വേണം. 12 മണിക്കൂർ അയാളുടെ ആകെയുള്ളൂ. അതിൽ മെഷീൻ എക്ക് വേണ്ടത് 1 മണിക്കൂർ, നെറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 മണിക്കൂറും ബോൾട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 3 മണിക്കൂറാണ്. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് നെറ്റല്ലേ, എക്സ് പ്ലസ് 3y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12 അവർ വരെ അയാൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ മാക്സിമം പിന്നെ അങ്ങോട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 12 അവർ അല്ലെങ്കിൽ അതിൽ കുറവായിരിക്കണം അയാൾ മെഷീൻ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ
മെഷീൻ എക്ക് വേണ്ടത് 1 hour പ്ലസ് 3 into y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് പാക്കേജസ് ഓഫ് ബോൾസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ടൈം 3 hours ഉണ്ട്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12. ഇക്വേഷൻ നമ്പർ 2. മെഷീൻ ബി വർക്ക്സ് 3 hours ഫോർ നട്ട്സ് ആൻഡ് 1 hour ഫോർ ബോൾട്ട് പ്രൊഡക്ഷൻ. മെഷീൻ ബി എന്താണ്? ഒരു 3 മണിക്കൂർ വേണം നട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, 1 മണിക്കൂർ മതി എന്തിന്? ബോൾട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കത് എങ്ങനെ എഴുതാം? 3x + y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 20. പിന്നെ എപ്പോഴും എന്തായിരിക്കണം? മെഷീൻ ബി നമുക്ക് ഓഫാക്കി ഇടാൻ പറ്റില്ലല്ലോ, എപ്പോഴും വർക്കിംഗ് അല്ല, നമ്പർ ഓഫ് പാക്കേജ് നമുക്ക് 0 ആക്കാൻ പറ്റില്ലല്ലോ, മാക്സിമം അല്ലേ വേണ്ടത്. അപ്പോൾ എന്തായിരിക്കണം? ഇവിടെ x ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് എഴുതിയിട്ടുണ്ട്, x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നാണ്. അപ്പോൾ നമ്മളെ നമ്പർ ഓഫ് പാക്കേജസ് എപ്പോഴും എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം, നെഗറ്റീവ് ആയിരിക്കരുത്. അപ്പോൾ x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ദെൻ നമുക്ക് അത് വെച്ചിട്ട് ഗ്രാഫ് വരച്ച് നോക്കാം. അപ്പോൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനാണ് ഇത് 17.5x + 7y. 4 കൺസ്ട്രെയിൻസ് ഉണ്ട്. x + 3y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12ഉം 3x + y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12ഉം x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ദെൻ x + 3y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12. ഇത് നമുക്ക് എന്ത് ചെയ്യണം? കോർഡിനേറ്റ്സ് കാണാനല്ലേ ഗ്രാഫ് വരയ്ക്കണമെങ്കിൽ. അപ്പോൾ ഇതിനെ നമുക്ക് എന്താക്കി എഴുതാം? x + 3y = 12 ആക്കി എഴുതാം. അപ്പോൾ x = 0 കൊടുത്തു. x = 0 കൊടുത്തു കഴിഞ്ഞാൽ ഈ ടേം പോയി. 0 + 3y = 12 ഉണ്ടാവുള്ളൂ. 0 അപ്പോൾ എന്ത് കിട്ടും? 3y = 12. therefore y = 12/3. 12/3 എന്താണ്? 4 ആണ്. സോ നമുക്ക് എന്ത് കിട്ടി? xy എന്നല്ല നമ്മൾ കോർഡിനേറ്റ് വരിക. അപ്പോൾ 0, 4 എന്ന് കിട്ടി. ദെൻ y = 0 കൊടുത്തു കഴിഞ്ഞാൽ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഈ ടേം 0 ആവും. സോ x = 12. നമ്മളെ കോർഡിനേറ്റ്സ് 12ഉം 0യും കിട്ടി. ദെൻ അടുത്ത കൺസ്ട്രെയിൻ എന്താണ്? 3x + y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12 ആണ്. അതിനെങ്ങനെ എഴുതാം? 3x + y = 12 എഴുതാം. സോ x 0 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? y = 12 കിട്ടും. നമ്മളെ കോർഡിനേറ്റ്സ് xy അല്ലേ, xy 0, 12 എന്ന് കിട്ടി. അതുപോലെ തന്നെ y = 0 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? y = 0 കൊടുത്തു കഴിഞ്ഞാൽ 3x + 12, 3x = 12 കിട്ടും. therefore x = 12/3 = 4. കോർഡിനേറ്റ്സ് 4, 0 എന്ന് കിട്ടും. ഓക്കെ, ഇത് വെച്ചിട്ട് നമുക്ക് ഗ്രാഫ് വരയ്ക്കാം. അപ്പോൾ ഫസ്റ്റത്തേതിൻ്റെത് കൺസ്ട്രെയിൻ്റെത് 0യും 4ഉം 12ഉം 0യും. അപ്പോൾ നമ്മളെ ഫസ്റ്റ് കൺസ്ട്രെയിൻ എന്ന് പറയുന്നത് എന്താണ്? x + 3y. ഇതാണ് നമ്മൾ ഫസ്റ്റ് കൺസ്ട്രെയിൻ. ഇത് ഈ ലൈൻ x + 3y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12. അതിൻ്റെ കോർഡിനേറ്റ്സ് 0യും 4ഉം 12ഉം 0യും. ഓക്കെ, ദെൻ അടുത്ത കൺസ്ട്രെയിൻ എന്താണ്? ഫസ്റ്റ് കൺസ്ട്രെയിൻ ഇതാണ്. ഇതിൻ്റെ കോർഡിനേറ്റ് 12ഉം 0യും 4ഉം. ദെൻ അടുത്തത് 3x + y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12 ആണ്. ആ ലൈനാണ് ഇത്. അതിൻ്റെ കോർഡിനേറ്റ്സ് 4ഉം 0യും 12ഉം ആണ്. ഓക്കെ, 0, 12 ആൻഡ് 0, 12 ആൻഡ് 4, 0. മറ്റേത് 12, 0 ആൻഡ് 0, 4. ദെൻ പിന്നുള്ളത് എന്താണ്? x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ ഇതെപ്പോഴും ഇങ്ങോട്ട് അപ്പർ ഡയറക്ഷനിലായിരിക്കും അല്ലേ? നമ്മൾ നെഗറ്റീവ് ആവാൻ പാടില്ലല്ലോ, യൂണിറ്റ് നമ്പർ ഓഫ് പാക്കേജസ് നെഗറ്റീവ് ആവാൻ പാടില്ല. അപ്പോൾ x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ദെൻ ഇത് രണ്ടും എന്താണ്? ലെസ് ദാൻ ആണ്. അപ്പോൾ ഈ ലൈന് എപ്പോഴും ഇങ്ങോട്ടായിരിക്കും, ബിലോ ആയിരിക്കും. ലൈനിൻ്റെ ബിലോ ആയിട്ടായിരിക്കും ഇത് വരിക, റീജിയൺ വരിക. ഇതും ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ല, അപ്പോൾ ലൈനിൻ്റെ താഴത്തോട്ടാണ് വരിക. അപ്പോൾ ഇത് 4ഉം കൂടെ ഫീസിബിൾ ആവുന്ന റീജിയൺ എന്ന് പറഞ്ഞാൽ എവിടെയാണ്? ഇതാണ് എല്ലാം കൂടെ ഫീസിബിൾ ആവുന്ന റീജിയൺ. അപ്പോൾ ഇതാണ് എന്ത്? നമ്മളെ ഫീസിബിൾ റീജിയൺ എന്ന് പറഞ്ഞാൽ. ഓക്കെ, 4 കോർണർ പോയിന്റ്സ് ഉണ്ട്. 4 കോർണർ പോയിന്റ്സ് ആണ് എന്ത്? ഒന്ന് 0, 0 അല്ല, O, അതായത് ഒറിജിൻ 0, 0. ദെൻ B, O, A, B, C. 4 കോർണർ പോയിന്റ്സ്.
OABC. ഇതാണ് ഇത് നമ്മൾ ഫീസിബിൾ റീജിയൻ. 4 കോർണർ പോയിന്റ്സ് OABC. ഓൻ്റെ ഇത് കോർഡിനേറ്റ്സ് 0 0, എൻ്റെത് 0 4, ബീൻ്റെത് 3 3 ആൻഡ് സീൻ്റെത് 4 0. ഇതാണ് എന്ത് നമ്മൾ 4 കോർണർ പോയിന്റ്സ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് മാക്സിമം പ്രോഫിറ്റ് കാണണം. അപ്പോൾ എന്താണ് വരിക? കോർണർ പോയിന്റ്സ് 4 ഉണ്ട്. സോ 0 0, ഓൻ്റെത് വരുന്നത് 0 0. അപ്പോൾ നമ്മൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ z is equal to 0 എന്ന് കിട്ടും. ദെൻ a is equal to 0 4. അപ്പോൾ x 0 ആണ്, y 4 ആണ്. അപ്പോൾ ഈ ടേം ഫുള്ള് 0 വരും. 7 × 4 28 എന്ന് കിട്ടും. ദെൻ അടുത്തത് b is equal to 3 3. അപ്പോൾ z is equal to 3 × 17.5 plus 7 × 3. 3 × 17.5 plus 7 × 3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 73.5 ആണ്. ആദ്യം ഇത് മൾട്ടിപ്ലൈ ചെയ്യാം, പിന്നെ ഇത് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 73.5 കിട്ടും. ദെൻ c is equal to 4 0 ആണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ y ടേം 0 ആണ്. അപ്പോൾ 17.5 × 4 is equal to നമുക്ക് കിട്ടുന്നത് 70 ആണ്. ഓക്കെ, അപ്പോൾ 4 പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. മാക്സിമം 4 പ്രോഫിറ്റ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇത് 0 ആണ്, 28 ആണ്, 73.5 ആണ്, 70 ആണ്. അപ്പോൾ ഇതിൽ മാക്സിമം പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്? 73.5 ആണ്. എപ്പോഴാണ് 3 പാക്കേജസ് ഓഫ് നട്ടും 3 പാക്കേജസ് ഓഫ് ബോൾട്ടും പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് ആ ഒരു ദിവസം 73.5 റുപ്പീസ് പ്രോഫിറ്റ് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ മാക്സിമം പ്രോഫിറ്റ് ഈസ് ₹73.5 when 3 packets each of nuts and bolts are produced. ഒരു ദിവസം അയാൾ 3 യൂണിറ്റ്സ് ഓഫ് നട്ടും ബോട്ടും പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അയാൾക്ക് ഒരു ദിവസം 73.5 റുപ്പീസ് കിട്ടുള്ളൂ. ഓക്കെ, മാക്സിമം പ്രോഫിറ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യനും മനസ്സിലായില്ലേ? മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ 6 മാർക്ക് സിമ്പിളായിട്ട് ക്വസ്റ്റ്യൻ വായിച്ചത് മനസ്സിലാക്കി കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ ഈ ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കുറച്ച് കൂടുതൽ പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അടുത്ത ക്വസ്റ്റ്യനായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.